പക്ഷെ അന്ന് ഫസ്റ്റ് കിട്ടണേ ഞാൻ നവ്യയുടെ അച്ഛനോട് പറഞ്ഞു, സാറേ നവ്യക്ക് സ്റ്റേറ്റിലാണ് ഫസ്റ്റ്, എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് തരണം. പക്ഷെ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് വല്ലാതെ വേദന, എപ്പോഴും വേദന. ഞാൻ ചെന്ന റൂമിൽ ചെന്ന് കാണുന്നത് ടിഫിൻ കയറൊക്കെ ഫുഡെല്ലാം അവര് കഴിച്ചില്ല, തെറ്റായി. സാർ എപ്പോ വന്നു, സാർ വല്ലതും കഴിച്ചോന്ന് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. ഞാനൊന്നും കഴിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഫസ്റ്റ് നമ്പിക്ക സാറേ പത്രക്കാർ പറയുന്ന ഒരു ഫോട്ടോ നമ്പിയായിട്ട് വേണമെന്ന്. അതിന്റെ കാര്യമൊന്നുമില്ല, സാർ മാത്രം പോയി എടുത്താൽ മതി. നവ്യ നേരെ എങ്ങനെയാണ് മോണാക്കി പഠിപ്പിച്ചേ? നവ്യ 5ാം ക്ലാസ് തൊട്ട്, അതായത് അവരിങ്ങനെ ആ കുട്ടിയെ, അതെൻ്റെ മുഖ്യ കാരണം എന്നേക്കാട് നാളെ കുട്ടീന്ന് പറഞ്ഞ ഡാൻസറുണ്ട്. അപ്പം നവ്യ എന്നല്ല ധന്യ എന്നായിരുന്നു എന്നുള്ള പേര് അവളവിടെ പഠിച്ചിരുന്നപ്പം. അപ്പം ഈ കുട്ടിയിൽ നല്ലൊരു കഴിവ് സാറ് കണ്ടെത്തി. അപ്പം സാറിനെ വിളിച്ച് പറഞ്ഞ് ഒരു കുട്ടിയെ ഒന്ന് പഠിപ്പിക്കണം മോണാക്ട്, വലിയ ഫീസൊന്നും ഉള്ളതില്ല, എന്തെങ്കിലും തരും, പിന്നെ അവള് രക്ഷപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരാണ്? അത് ഇന്നാരിപ്പാടുള്ളൊരു കുട്ടിയാണ്, നമ്മളൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളൊന്ന് കണ്ടപ്പോ കൊച്ചു കുട്ടിയല്ലേ, 5ാം ക്ലാസ് പഠിക്കുക, നമ്മള് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ചാടിക്കറിയാനും പെട്ടെന്ന് കുട്ടികളെ അങ്ങ് പഠിപ്പിക്കത്തില്ല. കുട്ടികളെ ട്രെൻഡ് മനസ്സിലാക്കി അതിന് ടാലൻ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ടേ പഠിപ്പിക്കത്തുള്ളൂ. അല്ലെ നമ്മൾ ചുമ്മാ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തോളും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് തുടങ്ങി. അപ്പം അന്ന് ഞാൻ ഈ കുട്ടിയെ പഠിപ്പിക്കുന്ന ഐറ്റം എന്ന് പറയാം, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുന്തിയും കർണനുമാണ്. അതായത് കുന്തി അമ്മയാണെന്ന് അറിയുന്ന സമയത്ത് കർണനെ പോയി കുന്തി കാണുന്ന യുദ്ധത്തിന്റെ തലേന്ന്. അങ്ങനെ ആ വികാരപരിതമായ കൂടിക്കാഴ്ച, അച്ഛനും അല്ല അമ്മയും മോനും തമ്മിലുള്ള കൂടിക്കാഴ്ച, നല്ലൊരു സിറ്റുവേഷൻ, നല്ലൊരു അഭിനയ സാധ്യത കൂടുതലുള്ള ആ ഒരു ഐറ്റം എടുത്ത്. അപ്പം ഐറ്റത്തിന് കോമ്പറ്റീഷൻ എടുത്തപ്പോൾ എനിക്കൊരു ചെറിയ ഭയമില്ലാതില്ലായിരുന്നു. കാര്യം വെച്ചാൽ ഈ കുട്ടി ആദ്യമായിട്ട് ഞാൻ ജില്ലയിലേക്ക് വിടിയല്ലേ, അപ്പൊ എന്റെ കുട്ടികൾ വേറെ ഉണ്ടല്ലോ, അപ്പൊ അവരോടൊപ്പം പിടിച്ചെന്നില്ല മോശമോ. ഞാൻ ചേർത്തലൊരു കുട്ടിയെ ഇതേ സംഭവം തന്നെ, കർണകുന്തിയല്ല അതിന്റെ പാരലായിട്ടൊരു സാധനം പഠിപ്പിച്ച് അമ്പെ ഭീഷ്മവും എന്തിനും കട്ട. പക്ഷെ അങ്ങനൊന്ന് കോമ്പറ്റീഷൻ കയറിയവൻ സത്യത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ആർക്കാണ് ഫസ്റ്റ് എന്നുള്ളത് കൺഫ്യൂഷനാണ്. കാര്യം അമ്പെ ഭീഷ്മനും തുല്യം, കർണനും കുന്തി തുല്യം. അപ്പൊ കർണനും കുന്തി എടുത്ത് നവയ്ക്ക് എത്തില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നവയ്ക്ക് മറ്റേ കുട്ടിക്ക് എത്തിയെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പം മനസ്സിലാക്കി കഴിഞ്ഞ് ജഡ്ജസ് വിധി നിർണ്ണയിക്കാനായപ്പോൾ അവർ വാക്ക് പറഞ്ഞു, ഇപ്പം ഞങ്ങൾ കൺഫ്യൂഷനാണ്, ഇതിൽ ആർക്ക് ഫസ്റ്റ് കൊടുക്കണമെന്നുള്ളത് ഒരു വിഷയമാണെന്ന്. അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ അവിടുന്ന് മുങ്ങി, ഞാൻ അവിടുന്ന് വലിഞ്ഞ്. അപ്പൊ മാവലിക്കര വെച്ചായിരുന്നു, ഞാൻ പിടുത്തം കൊടുത്തില്ല. കാര്യം എന്തായാലും ഇവർ രണ്ടിലൊരാള് ഫസ്റ്റ് തൊട്ട്, ആർക്ക് കിട്ടിയാലും തെറിയെനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാനവിടെ പോയി. പക്ഷെ അപ്പൊ ഇവരെ ടോസ് ഇട്ടു, അത് നവ്യക്ക് ഫസ്റ്റ്. അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് അനൗൺസ്മെന്റ് കേട്ട് ഈ ഗവൺമെന്റ് ജസ്റ്റ് അമ്പലിനാൽ കാണുന്നത്, അപ്പം നവ്യാണെന്ന് മനസ്സിലായി. വേഗം തന്നെ നവ്യയുടെ അച്ഛൻ ബൈക്ക് കൊണ്ട് എന്നെ തിരക്കി ബസ് സ്റ്റാൻഡിൽ വന്നു, എന്നെ പിടിച്ച് സാറേ കൊണ്ടാണ് പത്രക്കാർ അങ്ങനെ ചെന്ന് പത്രത്തിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്ത് അഫോർട്ട് എപ്പോഴും ഉണ്ട്, അവിടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നവ്യക്കായിരുന്നു. പിന്നെ നവ്യ വളർന്നു പോയി. മാത്രമല്ല അന്ന് പഠിപ്പിക്കുന്ന കാലത്ത് ചെല്ലുമ്പോൾ നവ്യന്റെ മടിയിലോ. അപ്പൊ ഇന്നാളെ ഇന്റർവ്യൂ പറഞ്ഞു, അപ്പൊ നവ്യ ഞാൻ പറഞ്ഞു അന്ന് പഠിപ്പിക്കുമ്പം നവ്യ എന്റെ മടിയിലാണ് കയറി. അപ്പൊ നവ്യ പറഞ്ഞു ഇപ്പൊ സാർ എന്റെ മടിയിലിരുന്നോളാം.
അങ്ങനെ നമ്പി വലിയ സിനിമ സ്റ്റാർ ആവുമെന്നൊക്കെ അറിയായിരുന്നോ? വലിയ സിനിമ നടിയൊക്കെ ആവുമായിരുന്നു അന്നേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അല്ല, സിനിമയിൽ ഇഷ്ടത്തിന്റെ ഷൂട്ടിങ്ങിന് പോകുന്ന ഇന്റർവ്യൂ കഴിഞ്ഞ എൻ്റെ അടുത്ത് വന്നു. ഇഷ്ടത്തിന്റെ നവ്യ വന്നു, അനുഗ്രഹം വാങ്ങിച്ചു. വന്നു, അനുഗ്രഹം മേടിച്ചു, സന്തോഷത്തോടുകൂടി തന്നെ പോയി. അങ്ങനെ നന്ദനത്തിന്റെ ലൊക്കേഷൻ, അതായത് വടക്കംപറവൂർ ചത്തോങ്ങര ഏതാണ്, അവിടെ പോയി ലൊക്കേഷനാണ് ഞാൻ പോയി മൊബൈക്ക് ഐറ്റം പഠിപ്പിച്ച അടുത്തത് +2 വേണ്ടി. അതിനായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയത്. എനിക്കൊരു വിഷമമുണ്ട്. അതെന്തുവാ? അന്ന് മൊബൈക്ക് ഫസ്റ്റ് സ്റ്റേറ്റിലാണെന്ന് ഓർക്കണം, ജില്ലയില. അപ്പൊ സ്റ്റേറ്റിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കേരളത്തിലുള്ള സ്റ്റേറ്റിലെ എല്ലാ കുട്ടികളും ഒന്നിച്ചു വരുന്നതല്ലേ. അപ്പൊ അവിടുന്നാണ് ഒരു ഫസ്റ്റ് കിട്ടേണ്ടത്. 10ഓളം സെലക്ട് ചെയ്തായിട്ടായിരിക്കും പഠിപ്പിക്കുന്നതും അഭിനയത്തിനും എല്ലാത്തിനുമാണ്. പക്ഷെ അന്ന് ഫസ്റ്റ് കിട്ടണേ ഞാൻ നവ്യയുടെ അച്ഛനോട് പറഞ്ഞു, സാറേ നവ്യക്ക് സ്റ്റേറ്റിലാണ് ഫസ്റ്റ്, എനിക്കൊരു ജോഡി ഡ്രസ് എടുത്ത് തരണം. അച്ഛൻ പറഞ്ഞ ഒരു ജോഡി ഡ്രസ്സിന് എനിക്ക് എന്താ കാര്യം, വഴികൾ കിട്ടിയാലും 100 രൂപയ്ക്ക് കിട്ടും. പക്ഷെ എന്നോട് പറഞ്ഞ വാക്ക് എനിക്ക് വല്ലാതെ എപ്പോഴും വേദന. സാറേ പൈസ ഒന്നുമില്ല. അയ്യോ, നന്ദനത്തിന്റെ ലൊക്കേഷൻ എന്നാണ് നവ്യ ലൊക്കേഷൻ ചെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ പഠിപ്പിക്കാതെ എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങള്, ഒരുപാട് വേദന ഉണ്ട്. കാര്യം വെച്ചാലേ നമ്മളെ വടക്കംപറവൂർ ലോഡ്ജിന്റെ പേര് CC ഏതാണ്ട് വലിയൊരു ലോഡ്ജുണ്ട്, സിനിമക്കാർ കംപ്ലീറ്റ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഇവിടെ വെച്ച് പറഞ്ഞ്, സാറ് കാര്യം ചെയ്യും, വടക്കംപറവൂരുവാ അവിടെ ഉണ്ടോ, ഇന്ന ലോഡ്ജാണ്, അവിടെ വരാൻ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് പോയി. പിറ്റേന്ന് അടുത്ത ദിവസം തന്നെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു 4-5 മണിയായപ്പോൾ ഈ ലോഡ്ജിൽ ചെന്നു. ആരുമില്ല, എല്ലാവരും ലൊക്കേഷൻ പോയിരിക്കുക. അപ്പം ഞാൻ റിസപ്ഷനിൽ തന്നെ വെയിറ്റിംഗ്. നമ്മുടെ റൂമല്ല, ഒന്നുമില്ല, ഇവിടെ ആർക്കും റൂമൊന്നുമില്ല, എല്ലാ സിനിമക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വ്യക്തിപരമായിട്ട് വരണം, ഇല്ല അങ്ങനെ ഒന്നുമില്ല, എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നവ്യനായാലും ഇങ്ങനെ ലൊക്കേഷൻ പോയിരിക്കുകയാണ്. ഞാൻ 5 മണി തൊട്ട് ഒരു ഇരിപ്പിരുന്നിട്ട് അങ്ങനെ ലൊക്കേഷൻ വരിക. അപ്പം ഞാൻ അറിയിച്ചു, ഇന്നപോലെ ഞാനിങ്ങനെ റൂമ് സാറിന് കൊടുക്കുന്നോ അല്ല വെയിറ്റ് ചെയ്യുന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, നവ്യ വന്നോ ഇല്ല. ഒരു 7-7:30 ആയപ്പോൾ ഞാൻ നവ്യ നേരം വന്നു. അവർ നേരത്തെ വന്നില്ല. സാർ പറഞ്ഞു എനിക്കൊന്ന് കാരണമല്ല, അത് വിളിക്കട്ടെന്ന് പറഞ്ഞു. അവർ റൂമിലേക്ക് വിളിച്ചു. നവ്യയുടെ അച്ഛനെടുത്ത് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നോട് അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടില്ല. അപ്പം ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഒരു 8-8:30 മണിയായി. അപ്പം ഞാൻ വിളിച്ചു, വീണ്ടും വിളിച്ചു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പം എന്നെ റൂം തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴാണ് എനിക്ക് റൂം കിട്ടുന്നത്. അപ്പോൾ എന്നെ സാറ് നവ്യയുടെ അച്ഛൻ വിളിച്ചു, സാറേ വെയിറ്റ് ചെയ്യും, അവളിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-10:30-11 മണിയായപ്പോൾ എന്നെ വിളിച്ചു. ചെന്നപ്പം ഞാൻ റൂമിൽ ചെന്ന് കാണുന്നത് ടിഫിൻ കയറൊക്കെ ഫുഡെല്ലാം അവർ കഴിച്ചില്ല, സെറ്റായി. സാർ എപ്പോൾ വന്നു, സാർ വല്ലതും ഒന്നും ചോദിച്ചില്ല. ഞാനൊന്നും കഴിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എനിക്ക് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും വിഷമം വരുമല്ലോ. ഇത്രയും വളർത്തി വലുതാക്കിയ ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യുമ്പോൾ വിഷമം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരും. ഉള്ളതല്ലേ. അപ്പം എന്നോട് പറഞ്ഞ് ഇന്ന് സാറേ ക്ലാസ് തുടങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ശബ്ദം പ്രശ്നമാണല്ലോ, കാര്യം പതുക്കെ രഹസ്യത്തിൽ പറയേണ്ടതല്ലോ മോണാക്ട്. കുറച്ച് അപ്പം അടുത്ത റൂമിന്നൊക്കെ ആളുകൾ മോണാക്ട് പഠിക്കാൻ. അപ്പം അന്ന് 1-2 മണിക്കൂർ അവയെ പറഞ്ഞ് മടുപ്പിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് അല്ല. അങ്ങനെ ഞാൻ സാർ റൂമിൽ പോയി കിടന്നോളാൻ പറഞ്ഞു.
എന്നാൽ സാർ വല്ലതും കഴിച്ചോ എന്നാൽ കഴിച്ചിട്ട് വന്നോ ഒന്നും പറയാൻ അല്ല ഞാനെങ്കിലും പുറത്ത് പോയി കഴിച്ചേനും ചായക്കടയില്ല ഹോട്ടലും ഇല്ല ഒന്നും ഇല്ലാത്തടത്ത് എന്ത് ചെയ്യും. ഞാൻ രാവിലെ എണീച്ച് ഫ്രഷായി. അന്ന് പട്ടിണി കിടന്നു അല്ലേ? അന്ന് പട്ടിണി കിടന്നു, ഒന്നും കഴിച്ചില്ല. നിവൃത്തിയില്ലല്ലോ. അപ്പൊ രാവിലെ എണീച്ച് ഫ്രഷായി. കാര്യം 6 മണിക്ക് എന്തായാലും ഒരു ലൊക്കേഷൻ പോകല്ലോ. ഞാൻ ഫ്രഷായി വന്ന് ഞാൻ പറഞ്ഞ നമ്പിയ ആ ലൊക്കേഷൻ പോയെന്നോളൂ. അപ്പം ആരുമില്ല. ഇപ്പം രായ സാർ വന്ന് നമ്പിയുടെ അച്ഛൻ. ഈ രായ സാറിൻ്റെ അടുത്തടുത്ത് പറയാൻ കാര്യം എന്താ, പുള്ളിയാണ് ഇച്ചിരി സ്ട്രിക്റ്റാണ്. പുള്ളി വന്നിട്ടും ഒരു 500 രൂപ എൻ്റെ കയ്യിൽ വെച്ചു തന്നു. ഇരിക്കട്ടെ വണ്ടിക്കുള്ളിൽ ഇരിക്കട്ടെ സാറേ, നാളെ കോമ്പറ്റീഷനല്ലേ അവിടെ വെച്ച് നമുക്ക് കാണാമെന്നും പറഞ്ഞു പോയി. ആ 500 രൂപ മേടിച്ചിട്ടുണ്ടോ സത്യത്തിൽ ഞാൻ ഇവിടെ ബസ് കയറി ഇവിടെ വന്നത്. എനിക്ക് പോകണ്ടേന്ന് എൻ്റെ മനസ്സിൽ 100 വട്ടം ചിന്ത. പിന്നെ ഞാൻ ഓർത്ത് എന്താണെന്ന് പറയാം, ഞാൻ വെളുക്കുന്നവരോടൊക്കെ പോയിട്ട് വെളുപ്പാക്കലോട്ട് കുട ഉടക്കണ്ടല്ലോ, ഇവിടെ ഇവിടം വരെ എത്തിച്ചല്ലേ. അതുകൊണ്ട് പിറ്റേന്ന് ഞാൻ എറണാകുളത്ത് പോയി മത്സരം കഴിഞ്ഞ് റിസൾട്ട് വന്നു ഫസ്റ്റ്. അപ്പോഴെനിക്ക് സന്തോഷം കൊണ്ട് നമുക്കവിടെ മറ്റൊന്നുമല്ലല്ലോ ചിന്ത. ഇപ്പം ഞാൻ രാജസ്ഥാനത്തേക്ക് പറഞ്ഞേ ഫസ്റ്റ് നമ്പിക്ക സാറേ പത്രക്കാർ പറയുന്ന ഒരു ഫോട്ടോ നമ്പിയായിട്ട് വേണമെന്ന്. അതിൻ്റെ കാര്യമൊന്നുമില്ല, സാർ മാത്രം പോയി എടുത്താൽ മതി. അപ്പം ഞാൻ ഓർത്ത് അന്ന് 5ാം ക്ലാസ്സിൽ വെച്ച് എന്നെ ഓടിച്ചിട്ട് പിടിക്കായിരുന്നു നമ്പിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ്. ഇപ്പം നമ്പിക്ക് ഫസ്റ്റ് കിട്ടിയ പറഞ്ഞ് അതിൻ്റെ കാര്യമൊന്നുമില്ല, സാറുമായിട്ട് എടുത്തോളാം. അതാണ്. പിന്നെ അതിന് ശേഷം ഈ നിമിഷം വരെ നമ്പിയെ ഞാൻ വിളിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല, എന്നെയും വിളിച്ചിട്ട്.